ഓശാന ഞായർ. വിജയശ്രീ ലാളിതനായി ജെറുസലേമിലേക്ക് കടന്നുവന്ന യേശുവിന്റെ ഓർമ്മകളാണ് ഓശാന ഞായറാഴ്ച നാം അനുസ്മരിക്കുന്നത്. കുരുത്തോല കൈയിലേന്തി വളരെ സന്തോഷപൂർവം ദേവാലയ പ്രദക്ഷിണമായി പോകുമ്പോൾ ഒരു ആഘോഷത്തിമിർപ്പിലാണ് നാം അത് നടത്തുക. കാരണം ഒരു ക്രിസ്ത്യാനിക്ക് ആണ്ടുവട്ടത്തിലെ ഏറ്റവും സുപ്രധാന ഒരു ആഴ്ചയുടെ തുടക്കം ഓശാന ഞായറാഴ്ച ആരംഭിക്കുന്നു. ഇതാദ്യമായിട്ടൊന്നുമല്ല ജെറുസലേം ദേവാലയത്തിലേക്ക് യേശു കടന്നു വരുന്നത്. പക്ഷേ ഇത്തവണ തന്റെ ബലിയർപ്പണത്തിന് ഒരുങ്ങിക്കൊണ്ട് തന്നെയാണ് അവിടുന്ന് വരുന്നത്. ഒരു 6 ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ ദൈവം തന്നെ ഭരമേൽപ്പിച്ച ദൗത്യം പൂർത്തിയാകുമെന്ന ആവേശത്തിലാണവൻ. അത് ഒരു ആഘോഷമായി തന്നെ നടക്കണമെന്ന് യേശുവും ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണല്ലോ തനിക്കു വേണ്ടി ഒരു കഴുതയെയും കുട്ടിയെയും കൊണ്ടുവരാൻ യേശു തന്നെ ശിഷ്യന്മാരോട് ആവശ്യപ്പെടുന്നത്. ലോകത്തിന്റെ ആത്മാവിൽ സാത്താൻ ഏൽപ്പിച്ച വലിയ ക്ഷതത്തിന് പകരമായി അവന്റെ തല തകർക്കാനുള്ള സമയമാണ് തന്റെ ജീവത്യാഗമെന്ന് യേശുവിനറിയാം. അത് ദൈവിക പദ്ധതിയാണെന്നും അതിന്റെ ഉദ്ഘാടനവുമാണ് യേശുവിന് ഓശാന സംഭവമെങ്കിൽ ഭൗതിക അടിമത്തത്തിൽ നിന്ന് തങ്ങളെ മോചിപ്പിക്കാനുള്ള യേശുവിന്റെ ജെറുസലേം പ്രവേശനമായിട്ടാണ് കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന അലമുറകൾ ഹോസാന വിളികളായി അവിടെ മുഴങ്ങിക്കേട്ടത്. യേശുവിനെ സംബന്ധിച്ചിടത്തോളം ആഘോഷപൂർവമായ ഈ ജെറുസലേം പ്രവേശനം ആദ്യം നടക്കുന്നത് സ്വർഗം വിട്ടിറങ്ങി അവൻ ഭൂമിയിൽ അവതാരം ചെയ്തപ്പോഴാണ്. അമ്മയുടെ ഉദരത്തിലിരുന്ന് കാലിത്തൊഴുത്തിൽ പെറുക്കാനായി നസ്രത്ത് മുതൽ ബെത്ലഹേം വരെയുള്ള യാത്രയും ഈജിപ്ത് പാലായനവും തിരിച്ചുവരവും നസ്രത്തിലും പിന്നീട് പരസ്യ ജീവിതകാലത്തും പരമദരിദ്രനായി അലഞ്ഞു നടന്നതുമൊക്കെ മനുഷ്യകുലത്തിന്റെ രക്ഷയുടെ ഭാഗമായിട്ടുള്ള യാത്രകളായിരുന്നു. ഇവനിൽ കുറ്റമൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് ചുമലിൽ കുരിശ് വെച്ചു കൊടുത്ത് പീലാത്തോസിന്റെ അരമന മുതൽ ഗാഗുൽത്ത വരെയുള്ള ആ വിലാപയാത്രയും യേശുവിന്റെ കണ്ണിൽ മനുഷ്യനെ രക്ഷയിലേക്ക് നയിക്കുന്ന വിജയയാത്രയായിരുന്നു. ഇത് അവന്റെ മഹത്വപൂർണമായ രണ്ടാമത്തെ വരവിന്റെ മുൻ ആസ്വാദനവുമാണ്. ഒലിവിലകളോ കുരുത്തോലകളോ അല്ല അന്ന് അതിന്റെ അടയാളമായിരിക്കുക. നമ്മുടെ തലയിൽ ചൂടുന്ന മഹത്വത്തിന്റെ കിരീടമായിരിക്കും. ആഫ്രിക്കൻ നാടുകളിൽ കുർബാന അർപ്പണത്തിനും കാഴ്ചവെപ്പിനുമൊക്കെ പാട്ടും ഡാൻസുമായിട്ടാണ് ആ ബാലവൃന്ദം ജനങ്ങളും ദേവാലയത്തിലേക്ക് കടന്നു വരിക. ഒരാളുടെ ബലിയർപ്പണം ഇത്രയേറെ ആഘോഷിക്കപ്പെടുന്നതിന്റെ അടിവേര് ദൈവത്തിന്റെ രക്ഷാപദ്ധതിയുടെ ദൈവശാസ്ത്ര ചിന്തയാണ്. അവിശ്വാസികൾക്ക് ഓശാന യാത്രയും കുരിശ് യാത്രയുമൊക്കെ ഭോഷത്വമാണെങ്കിൽ വിശ്വാസിക്ക് അത് രക്ഷയുടെ അടിസ്ഥാനമാണ്. അന്ന് അവന് ആർപ്പ് പിടിച്ച ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം 6-7 വർഗങ്ങളുടെ 6-7 നൂറ്റാണ്ടുകളുടെ ഭൗതിക അടിമത്തത്തിൽ നിന്നുള്ള രക്ഷയ്ക്ക് വേണ്ടിയുള്ള നിലവിളികളായിരുന്നു. കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ എന്നാണ് ആ വിളിയുടെ അർത്ഥം. ഇതൊന്നും ആകസ്മികമായി നടന്ന കാര്യങ്ങളല്ല എന്നതിന് 552 BC-യിൽ സക്രിയ നടത്തിയ പ്രവചനം സാക്ഷിയാണ്. സിയോൻ പുത്രി അതിഥിയായി ആനന്ദിക്കുക, ജെറുസലേം പുത്രി ആർപ്പ് വിളിക്കുക, ഇതാ നിന്റെ രാജാവ് നിന്റെ അടുത്തേക്ക് വരുന്നു, അവൻ പ്രതാപവാനും ജയശാലിയുമാണ്, അവൻ വിനയാന്വിതനായി കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്നു, അവൻ ജനതകൾക്ക് സമാധാനമരുളും, പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ് തന്റെ ജീവിതം എന്ന് ഇതിലൂടെ അവൻ വെളിവാക്കുന്നു. രണ്ടാമതായി ദാവീദിന്റെ പുത്രനായ സോളമനെ രാജാവായി അഭിഷേകം ചെയ്യുവാൻ ഈദോനിലേക്ക് കൊണ്ടുപോകാൻ ദാവീദ് ആഹ്വാനം ചെയ്യുമ്പോൾ ഒരു കോവർ കഴുതയെയാണ് ഏർപ്പാടാക്കുന്നത്. ദാവീദിന്റെ പുത്രനാണ് താൻ എന്ന പ്രഖ്യാപനമാണ് ഒരു കഴുതയെ തിരഞ്ഞെടുക്കുന്നതിലൂടെ യേശുവും നടത്തുന്നത്. അതുപോലെ തുണി വിരിച്ച് എതിരേൽക്കുന്ന സംഭവം. ഇസ്രായേൽ കണ്ട ഏറ്റവും ക്രൂരനായ ആഹാബ് രാജാവിനെ നിഷ്കാസിതനാക്കി യേശു അഭിഷേകം ചെയ്യപ്പെട്ടതറിഞ്ഞപ്പോൾ ജനം തങ്ങളുടെ മേലങ്കികൾ വിരിച്ച് കാഹളം മുഴക്കി എതിരേറ്റതിനെ ഓർമ്മിപ്പിക്കുന്നു. അവനെ രാജാവാക്കാൻ മുമ്പും ജനം മുറവിളി കൂട്ടിയിട്ടുണ്ട്. എന്നാൽ അപ്പോഴൊക്കെ അവൻ ഒഴിഞ്ഞുമാറി. ഒരിക്കലും അവസാനമില്ലാത്ത ഒരു ഭൗതിക രാജ്യം അവൻ സ്ഥാപിക്കും എന്നായിരുന്നു അവരുടെ ചിന്ത. എന്നാൽ മനുഷ്യഹൃദയങ്ങളിൽ ഒരിക്കലും അസ്തമിക്കാത്ത ഒരു രാജാവാകാനാണ് താൻ വന്നിരിക്കുന്നത് എന്നതിനാൽ സ്വയം ഒരു ബലിവസ്തുവായി തന്നെ സമർപ്പിച്ച് സ്ഥാപിക്കപ്പെടേണ്ട ഒരു രാജത്വമാണ് തൻ്റെതെന്ന് അവൻ അറിയാമായിരുന്നു.
ദേവാലയത്തിൽ കുരുത്തോല സ്വീകരിച്ചാൽ ഉടനെ കുരുത്തോല തുമ്പിൽ കുരിശ് കെട്ടുന്ന ഒരു പതിവുണ്ട്. ബോധപൂർവമല്ലെങ്കിലും ഹോസാന ആഘോഷം കുരിശിലാണ് സമാപ്തി അടയുക എന്ന സത്യമാണിവിടെ നാം ഏറ്റുപറയുന്നത്. സർവപ്രതാപവാനായിരുന്നെങ്കിലും എളിയവനായി ഒരു കാലിത്തൊഴുത്തിൽ പിറന്നവൻ. ആകാശത്തിലെ പറവകൾക്ക് കൂടും പാമ്പുകൾക്ക് മാളങ്ങളും ഉണ്ടെങ്കിലും തലചായ്ക്കാൻ ഇടമില്ലാത്തവനായ ഒരുവനെ നോക്കി രക്ഷ നൽകൂ എന്ന് ജനം ആർപ്പു വിളിക്കുന്നത് ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയാണ്. ആകാശത്തിൻ കീഴെ മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി യേശുനാമമല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. എല്ലാം ദൈവേഷ്ടത്തിന് സമർപ്പിച്ച ഒരു ജീവിതത്തിന് ദൈവം നൽകിയ സമ്മാനമാണ് അവന് കരഗതമായ അവന്റെ മഹത്വം. സന്തോഷത്തിന്റെ ഓശാനയുടെ സന്തോഷവും ദുഃഖവെള്ളിയുടെ തകർച്ചയും കഴിഞ്ഞ് ഈസ്റ്ററിന്റെ പ്രത്യാശയുമാണ് ഓശാന നാളിൽ നാം ഓർമ്മിച്ചിരിക്കേണ്ടത്. യേശുവിനെ പോലെ എല്ലാ സന്തോഷത്തിലും ദുഃഖത്തിലും ദൈവേഷ്ടത്തിന് കീഴ്വഴങ്ങി പ്രത്യാശയോടെ ജീവിക്കാൻ ഈ വലിയ ആഴ്ച നമ്മെ പ്രാപ്തരാക്കട്ടെ.